മസ്അല പഠനം 15. മുഖം കഴുകൽ. വുളൂഇൽ മുഖം കഴുകൽ ഫർളുകൾപ്പെട്ടതാണ്. എന്താണ് മുഖം? ആ മുഖത്തിൽ എന്തൊക്കെയാണ് കഴുകേണ്ടത്? ഇത് നാം മനസ്സിലാക്കേണ്ട മസ്അലയാണ്. മുഖമെന്ന് പറയുന്നത് സാധാരണ തലമുടി മുളക്കാറുള്ള സ്ഥലത്തിൻ്റെയും രണ്ട് താടിയെല്ലുകൾ അറ്റമാകുന്ന ഭാഗത്തിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണ് നീളത്തിൽ. ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയാണ് വീതി. ഇവിടെയുള്ള ഈ ചെവിയുടെ ഉള്ളും പുറവും കഴുകൽ നിർബന്ധമാണ്. തിങ്ങിയ താടിയുടെയും ഇടത്താടിയുടെയും ഉള്ളു കഴുകൽ നിർബന്ധമില്ല. എന്താണ് തിങ്ങിയ താടി എന്ന് പറഞ്ഞാൽ? ഒരു മജ്ലിസിൽ അഭിമുഖമായിട്ട് സാധാരണ മജ്ലിസിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയിലൂടെ തൊലിയുടെ നിറം കാണാത്തത് എന്നാണ് തിങ്ങിയ താടി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുഖത്തിൽപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്. ചുണ്ടിൻ്റെ ചുവപ്പുകൾ, അതുപോലെ തന്നെ താടിയിൽ പൂച്ചരോമം മുളക്കുന്ന സ്ഥലം, അതുപോലെ മുഖവള ഇടുന്ന സ്ഥലം, അതുപോലെ തന്നെ ചെവിയുടെ രണ്ട് കുറ്റികൾ. ചില ആളുകൾക്ക് നെറ്റി കയറിയതായിട്ട് കാണാം. ആ കയനെറ്റി, കഷണ്ടി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മൗലികസല്ല, കഷണ്ടിയുള്ള ഭാഗം. ഇനി കണ്ണിൻ്റെ ഉള്ള് കഴുകൽ നിർബന്ധമില്ല, സുന്നത്തുമില്ല. പിന്നെ കണ്ണിൻ്റെ ഉള്ള് കഴുകുക എന്നുള്ളത് കറാഹത്താണ്. ഇനി അതിൽ വല്ല നജസ്സുകൾ ഉണ്ടായാൽ ആ നജസ് കാരണമായിട്ട് കണ്ണിൻ്റെ ഉൾഭാഗം കഴുകൽ അത് നിർബന്ധമാണ്. ഇനി മുഖം എന്ന് പറയുന്ന ഈ അതിർത്തി അത് പൂർണ്ണമായിട്ടും നാം കഴുകേണ്ടതുണ്ട്. കാരണം മുഖം കഴുകി എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ മുഖത്തിന് നാം ഈ പറഞ്ഞ അതിർത്തി മുഴുവനും കഴുകൽ നിർബന്ധമാണ്. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ പഠിച്ച് അമല് ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.